Problem number 1. Limit x tends to 0 sin 3x divided by x. Limit x tends to 0 sin 3x divided by x. ഇതാണ് ഒരു question. So it's very easy. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാവുന്ന ഫോർമുല എന്താ? ലിമിറ്റ് x tends to 0 sin x divided by x is equal to 1. പക്ഷെ അവിടെ കണ്ടീഷൻ എന്താണ്? ഇവിടെ എക്സ് ആയിരിക്കണം, ഇവിടെ എക്സ് ആയിരിക്കണം, ഇവിടെയും എക്സ് ആയിരിക്കണം. ഇവിടെ എക്സ് ഉണ്ട്, പക്ഷെ ഇവിടെ 3x ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മുകളിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ. ആ 3 ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് എഴുതാം. 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 3x by 3x. Now it looks like this formula. So the answer is 3 into 1 is equal to 3. Okay. Next one. Question number 2. Limit x tends to 0 sin 3x divided by sin 7x. Clear? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മുകളിലത്തെ ഒരു സൈൻ 3xൻ്റെ താഴെ എന്താണ് സൈൻ 7x ഉണ്ട്. മുകളിലും താഴെ എന്തില്ല? ഒന്നും ഈ ഫോർമുല പോലെ അല്ല കിടക്കാൻ. അപ്പോൾ മുകളിൽ ഒരു 3x കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യണം, താഴെ എന്താണ് 7x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ സൈൻ 3x ഡിവൈഡഡ് ബൈ 3x അല്ലേ? ഇപ്പോൾ 3x വെച്ചിട്ട് ഞാൻ എന്താണ് മുകളിൽ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? താഴെയും ഡിവൈഡ് ചെയ്യണം. അതല്ലേ, മുകളിൽ എന്ത് ചെയ്താലും അതും കൂടി അവിടെ ചെയ്യണം, താഴെയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെ, പക്ഷെ ഇതൊക്കെ ആയില്ല. അപ്പോൾ 7x കൊണ്ട് താഴെ ഡിവൈഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് മുകളിലും ഡിവൈഡ് ചെയ്യണം. താഴെ ചെയ്തെങ്കിൽ മുകളിലും ചെയ്യണം. സോ ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇതിനെ മാത്രം മതിയല്ലോ. ഇവിടെ ഇയാളെ ആവശ്യമില്ല, ഇവിടെയാണെങ്കിലോ ഇത്രയും മതി, ഇയാളെ ആവശ്യമില്ല. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ആൾക്കാർ രണ്ടുപേരും നമുക്ക് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 7x താഴെയാണെന്ന് ശ്രദ്ധിക്കണം, 1/7x. ഇവിടെയോ 1/3x. ഇനി ഇത് നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ ഈ 3x മുകളിൽ വരും. സോ ഇറ്റ് ബിക്കം ഇൻറ്റു 3x by 1. അപ്പോൾ x is മൾട്ടിപ്പിൾ 3/7. സോ ഫൈനലി ഇറ്റ് ഈസ് 3/7. ക്ലിയർ? അപ്പോൾ ഇത് പോയി കണ്ടോ? സോ ഇത് ബിക്കം സൈൻ 7x ഡിവൈഡ് ബൈ 7x. സോ ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇപ്പോൾ 3/7 പുറത്തേക്ക് എടുത്ത് എഴുതാം. 3/7 ലിമിറ്റ് ഓഫ് മോളിൽ ചെയ്യുക. എക്സ് ടെൻസ് ടു 0 സൈൻ 3x ബൈ 3x ലിമിറ്റ് ചേഞ്ച് ചെയ്യുക. 3x ടെൻസ് ടു 0 ഡിവൈഡഡ് ബൈ ലിമിറ്റ് 7x ടെൻസ് ടു 0 sin 7x divided by 7x. So this answer is 1 and this is also 1. So 3/7 to 1 into 1 is equal to 3/7. Okay? Clear? Next question. Question number 3. Limit x tends to 0 sin 3x sin 5x divided by 7x square. Sin 3x sin 5x divided by എന്താണ്? 7x സ്ക്വയർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് എഴുതാം. sin 3x ഇൻറ്റു എന്താണ് സൈൻ 5x ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 7x സ്ക്വയർ. ഓക്കെ, ഇതിനപ്പുറത്ത് മാറ്റി. അപ്പോൾ ഇവിടെ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ താഴെ എനിക്കൊരു 3x വരണം. അപ്പോൾ ഞാനിവിടെ 3x താഴെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മുകളിലും ഗുണിക്കണം. 3x. ഇവിടെ എനിക്കൊരു 5x താഴെ വരണം. അപ്പോൾ ഞാൻ ഇവിടെ മുകളിലും ഗുണിക്കണം. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. So what happened is, this 3x and this 5x രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 3 into 5 15x square. So x square ഒക്കെ ക്യാൻസൽ. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 15/7 ആണ്. 15/7 സാർ ആദ്യം എഴുതി. പിന്നെ ഇവിടെ എന്താ പറയുക? sin 3x ഡിവൈഡ് ബൈ 3x.
into sin 5x divided by 5x. Limit x tends to 0. അപ്പോൾ എങ്ങനെ കാണുന്നത്? ഇതിൻ്റെ ലിമിറ്റ് പ്ലസ് ഇതിൻ്റെ ലിമിറ്റ് ഇൻറ്റു ഇതിൻ്റെ ലിമിറ്റ് ഇൻറ്റു ഇതിൻ്റെ ലിമിറ്റ്. ഇത് രണ്ടുപേരുടെ ലിമിറ്റ് എന്താ? 1 ആണ്. ഞാൻ വീണ്ടും എടുത്ത് എഴുതാനുള്ള ആൻസർ എഴുതിയാണ് 1 into 1. എന്താ ഇതിൻ്റെ ലിമിറ്റ്? അത് തന്നെയാണ്, കാരണം സംഖ്യയാണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 15/7. ഓക്കെ, ക്ലിയർ? Next question. Question number 4. Limit x tends to 0 sin ax divided by bx. Sin ax divided by bx. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ സൈൻ എ എക്സ് ഉണ്ട്, പക്ഷെ താഴെ എന്താണ്? ബി എക്സ് ആണ്. നമുക്ക് എന്ത് വരണം? എ എക്സ് തന്നെ വരണം. അപ്പോൾ താഴെ ഇല്ലാത്തതാണ് ഒരു എ ആണ്. സാറ് ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലത്തെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി എ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ ഈ എയും ഈ എക്സും ചേർക്കുമ്പോൾ എ എക്സ്. അപ്പോൾ ഒരു ബി അവിടെ ഉണ്ടല്ലേ, പുറത്തേക്ക് എടുത്ത്. സോ ദിസ് ഈസ് ഈക്വൽ ടു what? 1. So a by b into 1 is equal to a by b. Okay, clear? Next problem. Problem 5. അഞ്ചാമത്തെ പ്രോബ്ലം. ലിമിറ്റ് x tends to 0 sin ax divided by sin bx where a comma b not equal to 0. Okay, clear? Sin ax divided by sin bx where a comma b not equal to 0. ഇപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടത്? സൈൻ എ എക്സിന് താഴെ ഒരു എ എക്സ് വേണം, സൈൻ ബി എക്സിന് താഴെ ഒരു ബി എക്സും വേണം. എന്നാൽ നമുക്ക് ഈ പ്രോബ്ലം ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാർ എന്ത് ചെയ്യാൻ പോകുന്നത്? സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് എന്ന് ചെയ്യുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. സൈൻ ബി എക്സ് ഡിവൈഡ് ബൈ എ എക്സ്. അതെന്താ ചെയ്ത്? എ എക്സ് വെച്ച് മുകളിൽ താഴെ ഹരിച്ചു. ഇനി ബി എക്സ് വെച്ചിട്ടും മുകളിൽ താഴെ ഹരിക്കണം. അപ്പോൾ ഇൻറ്റു ബി എക്സ് ഇൻറ്റു ഡി എക്സ്. ക്ലിയർ? അപ്പോൾ എനിക്കിവിടെ സൈൻ എ ഇത് മതി, ഇത് വേണ്ട. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. പോയി. അതുപോലെ എനിക്കിവിടെ ഇത് മതി, ഇത് വേണ്ട. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് മുകളിലേക്ക് പോകണം. അപ്പോൾ എന്താണ്? ഇത് എ എക്സ് ബൈ 1 ആവും. സോ വാട്ട് ഹാപ്പൻസ്? എക്സ് എക്സ് ഗെറ്റ് ക്യാൻസൽ. ദ ഫൈനൽ ആൻസർ ഈസ് എ ബൈ ബി. സോ ഹിയർ ഇറ്റ് ഈസ് എ ബൈ ബി ഇൻറ്റു സൈൻ എ എക്സ് ബൈ എക്സ് സൈൻ ബി എക്സ് ബൈ വാട്ട്? ബി എക്സ്. നൗ അപ്ലൈ ലിമിറ്റ്. നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 1 കിട്ടും, ഇതിൻ്റെ ലിമിറ്റ് 1 കിട്ടും. ഫൈനലി യു ഗെറ്റ് ആൻസർ എ ബൈ ബി. ഓക്കെ, അതൊക്കെ എഴുതണം കേട്ടോ. ലിമിറ്റ് എ എക്സ് ടെൻസ് ടു എന്താണ്? 0 എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഡിവൈഡ് ബൈ ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് എഴുതിയതിന് ശേഷം ഇതിന് 1 കൊടുക്കുക. ഇതിൻ്റെ ഉത്തരം എ ബൈ ബി. ഓക്കെ, ക്ലിയർ? സിക്സ്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 5x divided by tan 3x. ഓക്കെ, അപ്പോൾ അഗെയിൻ നമുക്ക് ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ മുകളിൽ എന്താണ്? 5/x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. താഴെ എന്താണ്? tan 3xനെ അപ്ലൈ ചെയ്യണമെങ്കിൽ 3x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മുകളിലും താഴെ ഞാൻ 5x 3x കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ബിക്കം sin 5x divided by 5x tan 3x divided by 3x into limit x tends to 0. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. 5x ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ 3x ഡിവൈഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? 3x x താഴെ ഇപ്പോൾ മുകളിൽ താഴെ നേരത്തെ ചെയ്ത് ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി 5x വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ 3x വരുന്നുണ്ട്. 5x വെച്ച് മുകളിൽ താഴെ ഡിവൈഡ് ചെയ്തു, 3x ഉപയോഗിച്ചിട്ട് മുകളിൽ താഴെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ 3x വേണ്ട, ഇവിടെ 5x വേണ്ട. അപ്പോൾ ഇവിടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് 1/3x ആവും, ഇത് 1/5x ആവും. തിരിച്ചിടുമ്പോൾ
5x by 1 ആവും, x is 24. The final answer is 5 by 3 വരും ഇവിടെ. കണ്ടോ? So put a limit here. So you will get 1, 1. So the answer is 5 by 3 into 1 is equal to 5 by 3. Okay. നിങ്ങൾ ലിമിറ്റിൻ്റെ ഇക്വേഷൻസിൽ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. 7th question. Limit x tends to 0, x tan x divided by 1 minus cos 2x. Okay. So ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ 1 minus cos 2x എന്താണെന്ന് അറിയണം. 1 minus cos 2x എന്താണ്? 1 minus cos 2x is equal to 2 sin square x. 1 minus cos 2x is equal to 2 sin square x. So put 1 minus cos 2x as 2 sin square x first. So this is equal to limit x tends to 0, x tan x divided by, instead of this put 2 sin square x. 2 sin square x. ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം വീഡിയോസ് ഫുള്ളും ഫ്രീ ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ, അത് മുഴുവൻ കണ്ട് പഠിച്ചതിന് ശേഷം ഇത് കാണാം. അപ്പം കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ. അപ്പോൾ എന്താണ് എക്സ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ ഇന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എക്സ് ഡിവൈഡ് ബൈ 2 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു എന്താണ് ടാൻ എക്സ്. ഓക്കെ. ആൻഡ് വി നോ വാട്ട് ഇസ് ടാൻ എക്സ്. ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ cos x. ക്ലിയർ? അപ്പോൾ ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിനെ കോസ് എക്സ് വെച്ചുകൊണ്ട് എന്താണ് ഹരിക്കുന്നതാണ്. ദിസ് ഈസ് ഇക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 2 സൈൻ സ്ക്വയർ എക്സ്. ക്ലിയർ? ഇവിടെ നിന്ന് 2 പുറത്തേക്ക് എടുക്കുകയാണ് സാറ്. 1/2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സിൽ ഒരെണ്ണം എടുത്തു സൈൻ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 സൈൻ എക്സ്. ഒരെണ്ണം മാറ്റി സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, അപ്പോൾ ഒരെണ്ണം എടുത്തു എക്സ് ബൈ സൈൻ എക്സ് എടുത്തു, ഒരെണ്ണം മാറ്റിയിട്ടു ഇൻറ്റു എന്താണ് മാറ്റിയിടേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ടല്ലേ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു ഒരു സൈൻ എക്സ് ബൈ കോസ് എക്സ് ഉണ്ട്. അപ്പോൾ ഇത് വെട്ടിപ്പോവും. ഈ മുകളിലത്തെ സൈൻ എക്സും ഇവിടുത്തെ ഒരെണ്ണം വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ ഓൺലി എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 cos x മാത്രമേ. ഓക്കെ. Clear? Yes. And what is the limit of this x by sin x? We know sin x by x is equal to 1. Similarly, x by sin x എന്ത് തന്നെയാണ് 1 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, is equal to half into this is equal to 1 into put x is equal to 0, so 1 cos 0, cos 0 1, so this is equal to 1/1 is equal to 1/2. ഇപ്പോൾ സാറേ സൈൻ എക്സ് ബൈ എക്സ് അല്ലേ 1? അതെ. എക്സ് ബൈ സൈൻ എക്സോ അതും 1 ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക്, സൈൻ എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് എന്താണ് 1 ആണ്. ഇതിൻ്റെ മീത് ഞാനൊരു 1 ഇട്ട് ഇതിൻ്റെ മീത് ഒരു 1 ഇടാം. ഇത് ഞാനെങ്ങനെ എഴുതും? എക്സ് ബൈ സൈൻ എക്സ്. സോ വാട്ട് ഈസ് 1/1? So limit of 1 sin x by x is equal to 1. Similarly x by sin x എന്ത് തന്നെയാണ് 1 തന്നെയാണ്. ഓക്കെ. എട്ടാമത്തെ പ്രോബ്ലം, ലിമിറ്റ് x tends to 0, ax plus x cos x divided by b sin x, where a comma b comma a plus b not equal to 0. Limit x tends to 0, ax plus x cos x divided by b sin x, where a comma b comma a plus b not equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കോമൺ ആയിട്ട് രണ്ട് സൈഡിലും എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് പുറത്തെടുക്കുകയാണ് സാർ. എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എന്താണ് ബി സൈൻ എക്സ് ആവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു സൈൻ എക്സ് ഉണ്ട്. ഇത് ഇങ്ങനെ മാറ്റിയിടാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബി ഉണ്ട്, അത് അപ്പുറത്തേക്ക് കൊടുക്കുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഡിവൈഡഡ് ബൈ എന്താണ് സൈൻ എക്സ് ഇൻറ്റു എന്താണ് എ പ്ലസ് കോസ് എക്സ് ഡിവൈഡ് ബൈ താഴെ ഇവിടെ ഒരാളുണ്ട് ബി.
And what is the limit of this? This is the limit of 1. And what is the limit of this? Limit x tends to 0. X is 0. So this is cos 0. Cos 0 is 1. A plus 1 divided by b. Okay. So this is the answer. Next question. Question number 9. Limit x tends to 0 sine 3x plus 7x divided by 4x plus sine 2x. It's very important one. Please note, very important question. Sine 3x plus 7x divided by 4x plus sine 2x. Numerator and denominator x divided by x. Numerator and denominator x. So this become sine 3x by x plus 7x by x divided by 4x by x plus sine 2x by x. This sin x is angle. This okay, clear? This is the limit apply. Limit apply, limit apply 3 multiply, 3 multiply. Limit apply 2 multiply, 2 multiply. Clear? So limit 3 into limit x tends to 0 sine 3x by 3x plus limit x tends to 0 7. Then more. Limit x tends to 0 4 plus 2 into limit sine 2x by 2x x tends to 0. So what is this limit? This is 1. So 3 into 1 plus what is the limit of 7? 7 divided by limit of 4 into plus 2 into limit of sine 2x 1. So this is equal to 3 plus 7 10, 4 plus 2 6. 5 by 3. Clear? This is the answer. The 10th question, last question in this video. Limit 1 minus cos 2x divided by x where x tends to 0. So, we have 1 minus cos 2x in the formula. 2 sin square x. So, this is equal to limit x tends to 0 2 sin square x divided by x. This is okay? Yes. But 2 sin square x is 2 sin x. So, sin x into sin x. For sin x, we have 2 into limit x tends to 0 sin x divided by x into sin x. Sin x. So, what is the limit of this? Is equal to 1. So, 2 into 1 limit x tends to 0 sin x. Put x is equal to 0 here, sin 0. Sin 0 is equal to 1. So 2 into 1 into 1. So the answer is, sin 0, sin 0, 0. 0 is equal to 0. Clear? Next video, we will see problems. These problems are trigonometry exam. So please visit next part. Thank you. Thank you very much.